Hello everyone, welcome to Superstar Junior. Powered by Niruparaku, presented by Nandaram Sanitaries. Superstar Junior. Superstar Junior. So let's welcome our judges, Vijay Chetta. Hola. Hola. Hola, amigo. Hola, amiga. Oh, Spanish. പോയി എന്ന് പറഞ്ഞതാ. Spanish. Spanish. Okay. Okay. Yeah. Yeah. Comprende? Okay. മനസ്സിലായോന്ന്? ഓലയുണ്ടോന്ന് ചോദിച്ചതാ. ഈ മഴവെള്ളം നിർത്താൻ ഓലയുണ്ടോന്ന് ചോദിച്ചു. അത് ശരി, സ്പാനിഷിനൊക്കെ പറഞ്ഞ അവിടെ കടപ്പുറത്തുനിന്ന് വന്നാണല്ലേ. അല്ല, ഞങ്ങൾക്ക് തോന്നി. Okay, സുജാത ചേച്ചി. സ്റ്റീവൻ ചേട്ടാ. Hi. And yes, our Star Orchestra പുലികൾ. Attention. Rajat, so നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. Yes, so first contestant on stage, Anjana. Anjana. ഇതാണിത് ഫുൾ ഡിഫറെന്റ് സ്റ്റൈലാണല്ലോ. ഹെയർ സ്റ്റൈലും ആകെ കൂടി ഡിഫറെന്റ്. മൊത്തം ഒരു എന്താ പറയാ, ഒരു രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു വരവാണ് അതെ. അല്ലേ? ശരി, എന്തായാലും കൂടുതൽ നമുക്ക് Rounds നോക്കണ്ട, നോക്കാം. റൗണ്ട്സ് നോക്കാം. സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? മൈ സ്റ്റൈൽ. സോ മൈ സ്റ്റൈൽ റൗണ്ടിൽ മോളെ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ റബ്ദെ ബാനർജി ജൂഡ എന്ന ഫിലിമിലെ ഡാൻസ് ബൈ ചാൻസ് എന്ന സോങ് ആണ് പാടുന്നത്. SRK അനുഷ്ക ശർമ്മ. യെസ്, സോങ് ആണ്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരറിയോ? സലിം സുലൈമാൻ. പാടിയതാരാണ്? സുനിധി ചൗഹാൻ. ഓഫ്, എല്ലാം പഠിച്ച് റെഡിയായി വന്നിരിക്കുകയാണ്. ഇതിന്റെ ഡയറക്ടർ ആരറിയോ? ഫിലിമിൻ്റെയോ? ആ, അറിയില്ല. അത് വേറെ ചോദിക്കാൻ കാരണം മറ്റൊന്നുമില്ല. ഇത് ഇന്ത്യൻ എന്താ പറയുക, സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഓടിയ സിനിമയാണ് ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ. കണ്ടിട്ടോ? കേട്ടിട്ടുണ്ട് സിനിമ. അത് ശരി, SRK ആ മൂവി കണ്ടിട്ടില്ല. ആ സിനിമയുടെ സംവിധായകനാണ് ആദിത്യ ചോപ്ര. വെറും 3 സിനിമകളെ ആകെ ഇതുവരെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു ഭയങ്കര ലെഗസി കീപ്പപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പറയാൻ കാരണം. ഓക്കെ, ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ പാട്ടൊക്കെ റെഡിയാണല്ലോ, തകർക്കല്ലേ? ആ, ഓക്കെ, Okay, ഓൾ ദി ബെസ്റ്റ്. all the best. താങ്ക് യു. താങ്ക് യു. Left leg, आके right leg, पीछे पीछे आ जा यारा, let's start to win. सर को घुमा ले round, face सारा up and down, इतनी सी ये बात वे. वो बंदा है क्या है जो नाचे लगा है, ओ हाथों में तो हाथ काम ले. ओए डांस पे चांस मार ले, ओ सोनिया डांस पे चांस मार ले, ओ बलिए डांस पे चांस मार ले, ओ सोनिया डांस पे चांस मार ले. पीछे पीछे आया तेरी चाल में दयाया, पीछे पीछे आया तेरी चाल में दयाया, सानू लाग गलीली शिकारी ने सानू तेरा लोंग लपिया, दिल देख को जैसे मुंडिया रे ने सानू तेरा लोंग लपिया. ओ चल हाथ घुमा ले यारा, ओ जैसे सुइया 7 से 12 बन गया स्टेप सोनिया, तू बन गया हिप सोनिया. ओ जरा कमर को ऐसे घुमाना, ओ जैसे हवा में हाथ बनाना, बन गया स्टेप सोनिया, तू बन गया हिप सोनिया. वो बंदा है क्या है जो नाचे लगा है, ओ हाथों में तो हाथ काम ले. ओए डांस पे चांस मार ले, ओ सोनिया डांस पे चांस मार ले, ओ बलिए डांस पे चांस मार ले, ओ सोनिया डांस पे चांस मार ले.
लाली तेरी रूप से परंदा सेरा लालिनी लाली तेरी रूप से परंदा सेरा लालिनी रूप से रानी अब तेरू संभालनी लाली तेरी हो एक हाथ हिले जरा नीचे ओ मंदिर की घंट बजा ले बन गया स्टेप सोनिया तू बन गया है सोनिया हो तुझे हाथ हिले जरा नीचे ओ जैसे उड़ती पतंग कोई खींचे ले बन गया स्टेप सोनिया तू बन गया है सोनिया वो बनता है क्या है जो नाची नगा है ओ हाथों में तो हाथ काम ले ओए डांस पे डांस पे चांस मार ले ओ सोनिया डांस पे चांस मार ले ओ बलिए डांस पे चांस मार ले ओ सोनिया डांस पे चांस मार ले डांस पे डांस पे डांस पे चांस मार ले सोनिया डांस पे चांस मार ले Thank you. അഞ്ജനക്കുട്ടി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു രണ്ടും കൽപ്പിച്ചിട്ടാണെന്ന്. അതെ ഇപ്പോഴാണ് മനസ്സിലായത് എന്തായിരുന്നു. അതെ എന്തായിരുന്നു പെർഫോമൻസ്. അത് മാത്രല്ല അഞ്ജന എനിക്കൊന്ന് ഫസ്റ്റ് ടൈം അല്ലേ ഡാൻസ് കളിക്കണേ അതെ അല്ലേ? ശ്ശെ, എനിക്ക് വയ്യ. അപ്പൊ നല്ലൊരു ഡാൻസർ കൂടിയാണ്, നന്നായി കളിക്കുന്നുണ്ട്. വെരി നൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നേരെ കമന്റ്സിലോട്ട് കിടക്കാം. അപ്പോ യെസ് സ്റ്റീഫൻ ചേട്ടാ. അഞ്ജന ചേട്ടാ എന്താ ഡ്രെഡ് ലോക്സ് ഒക്കെ വെച്ച് ഡ്രെഡ് That's ലോക്സ് called- വെച്ച ഹെയർ സ്റ്റൈൽ ഇപ്പോൾ ഇരിക്കുന്നതിന്റെ സ്റ്റൈലാണ് ഡ്രെഡ് ലോക്ക്. ഡ്രെഡ് ലോക്സ് ഡ്രെഡ് ഡ്രെഡ് ലോക്സ് ബ്രേഡഡ് ഹെയർ എന്ന് പറയും. പക്ഷെ ഇങ്ങനെ മുടി തന്നെ ഇവിടെ ബ്രീഡ് ചെയ്ത് വെക്കാം. അവിടെ നല്ല ഇവിടെ തന്നെ ചെയ്യും. സുജീര ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് അവിടെ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് സുജാ ചേച്ചി സുജാ ചേച്ചിനെ അങ്ങനെ കാണാം. ഓക്കെ ഡൺ. യോ സോ അഞ്ജന അത് നന്നായി ചേരുന്നുണ്ട്, താങ്ക് യു ചേട്ടാ നന്നായി ചേരുന്നുണ്ട്. പാട്ടായിട്ടൊരു ബന്ധമില്ലാത്ത ഞാൻ പറയണത്, പക്ഷേ യുനോ ഹൗ യു അപ്പിയർ ഫോർ എ സോങ് ഇറ്റ്സ് ഓൾസോ മാറ്റേഴ്സ് സം ടൈം. ഇപ്പോഴത്തതിൽ മീഡിയ ഒക്കെ അങ്ങനെ ശക്തമായി നിൽക്കുമ്പോൾ ചില പാട്ടുകൾക്ക് അങ്ങനെ വരുന്നത് നല്ലതാണ്. അതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് എടാ. നന്നായി പാടി, താങ്ക് യു ചേട്ടാ നന്നായി പാടിച്ചാൽ അഞ്ജനയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ തുമ്മിയമാതിരി അങ്ങോട്ട് വിട്ട് കളയാ. അഞ്ജനയുടെ യുനോ ഇതിൽ അഞ്ജനയുടെ മേഖലയിൽ ചെയ്യാനുള്ള സംഭവങ്ങളൊന്നുമില്ല. എന്നാലും ചേച്ചിയൊരു സാധനം കണ്ടുപിടിച്ചു, കോറസിൽ തുടങ്ങുന്ന സാധനം. അവിടെ എന്തോ ഒരു ഇന്ത്യനിസം വന്നു. പക്ഷേ നൈസ്, യു ഡിഡ് എ ഗുഡ് ജോബ് ഫോർ ദിസ് ജോൺറെ. താങ്ക് യു ദാറ്റ് ഈസ് വെരി അപ്രീഷിയേറ്റിംഗ്. ആ ഒരു ഇത് തുടരട്ടെ, ഇങ്ങനെയുള്ള പാട്ടുകൾ കൊണ്ടുവന്നിട്ട് ഈ ലീഗിലും കൂടെ പ്രൂവ് ചെയ്താൽ ബാക്കിയൊക്കെ നെയിൽ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അഞ്ജന അവിടെ തറച്ചു, ഇത് തറച്ചു, ഓരോന്നോരോന്ന് തറച്ചുകൊണ്ട് പോവാം. ഇത് ഇഫ് യു സേ ദാറ്റ് ആ റിയൽ ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടെ പുറത്ത് വരാനുണ്ട്. അതൊരു ഇൻഹിബിഷൻ ഉണ്ട് അഞ്ജനയ്ക്ക് സ്വതവേ, ചെറിയൊരു ചമ്മൽ. പക്ഷെ ബീജത്തിലൊക്കെ നന്നായി ചെയ്തു കേട്ടോ, നന്നായി ആ സ്റ്റെപ്പൊക്കെ വന്നത്. യു ഡിഡ് അത് നാച്ചുറലായിട്ട് തന്നെ തോന്നി. അതൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയില്ല. ഐ ഫെൽറ്റ് ഇറ്റ് വാസ് വെരി മച്ച് നാച്ചുറൽ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾ ഇങ്ങോട്ട് പോരും. പിന്നെ കുറച്ച് എക്സ്പീരിയൻസ്, കുറേ നല്ല സ്റ്റേജിലൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മടിച്ച് നിൽക്കാൻ തോന്നില്ല നമുക്ക്. നമ്മളങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും. ബിക്കോസ് സിംഗർ ഇൻസൈഡ് വിൽ കം ഔട്ട്സൈഡ്. എങ്ങനെയാലും അത് ആ പെർഫോമർ പുറത്തോട്ട് വരും. അതിൽ കുറച്ച് ചമ്മലൊക്കെ ഉണ്ടാവുള്ളൂ, അത് ഇവിടുന്ന് മാറിക്കോളും. മാറട്ടെ അങ്ങോട്ട് എന്ന് ആശംസിക്കാം. എനിവേ യു ഡിഡ് എ ഗുഡ് ജോബ്. ഐ ലൈക്ക് ഇറ്റ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. ചേട്ടാ. സുജാത ചേച്ചി മോളെ ഞാൻ ആദ്യം തന്നെ കാണാൻ നല്ല രസമുണ്ട്. താങ്ക് യു മേക്കപ്പും ഒക്കെ നല്ല ഭംഗി കാണാൻ, നല്ലോണം സൂട്ട് ചെയ്യണു അങ്ങനെ ഒരു സ്റ്റൈലിഷ് അപ്പിയറൻസിൽ. ഇതിനു മുമ്പ് പക്ഷെ നമ്മൾ ഡാൻസ് ചെയ്തല്ലോ ഇവിടെ, സൊട്ട ചൊട്ട, പിന്നെ മാറ്, എന്താണ് ഡോലാറെ ഇല്ലേ? ആ കുറച്ചൊരു വെസ്റ്റേൺ സ്റ്റെപ്സ് ഇതായിരിക്കും അല്ലേ? അങ്ങനത്തെ നല്ലായിരുന്നു കേട്ടോ, നല്ലോണം ഗ്രേസ്ഫുൾ ആയിട്ട് ചെയ്തു.
പാട്ട് നല്ലതായിരുന്നു. താങ്ക് യു പാട്ട് വിചാരിച്ചതിനെക്കാട്ടും അഞ്ജന അസലായി പാടി. താങ്ക് യു കാരണം ഇങ്ങനത്തെ പാട്ട് അഞ്ജനയ്ക്ക് നമ്മളധികം കേട്ടിട്ടില്ല. ബട്ട് യു ഡിഡ് വെരി വെൽ. എസ്പെഷ്യലി ആ ഒരു പല്ലവിയുടെ ആ ഒരു ക്യാച്ച് ലൈൻസ് ഇല്ല, ആ ലൈൻസ് ഏതാ 3 എല്ലാ സ്ഥലത്തും വരണേ. वो बनता है क्या है जो അവിടെ ഒരു ഇത് കൊടുക്കണം, വിബ്രാട്ടോ കൊടുക്കണം. നല്ല രസം ഉണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സ്ഥലങ്ങളൊക്കെ. പക്ഷെ ഒരു ഡാൻസിലൊരു സംഗതി കൊണ്ടുവരുന്നുണ്ട്, അത് വേണ്ട. ഡാൻസ് ഒരു സന അതുണ്ടോ? അതാ അതല്ലേ ഉള്ളൂ. അതാ ശരിക്കും അവിടെ സൂട്ട് ചെയ്തില്ല. അത് ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് മുഴച്ചു നിന്നിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാറ്റിയിട്ടാൽ ഇത് കൂടുതൽ ഭംഗിയാവും. അപ്പോൾ ഏതായാലും പക്ഷേ ഇങ്ങനത്തെ സോങ്സിൽ ഒരു പടി മുന്നോട്ട് പോയി. താങ്ക് യു ഗോഡ് ബ്ലെസ്. Thank you. വിജയ് ചേട്ടാ. അഞ്ജന വെരി നൈസ്, Thank you. റിയലി നൈസ്. അഞ്ജനയുടെ സിംഗിങ്ങിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. യു ഹാവ് എ ഗ്രേറ്റ് വോയിസ് ആൻഡ് ത്രോ ആൻഡ് എവറിത്തിങ് വാസ് നൈസ്. യു നോ ഹൗ ടു കൺട്രോൾ യുവർ വോയിസ്. സോ അതുകൊണ്ട് അതിനെപ്പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ബട്ട് ദിസ് ഹോൾ മേക്ക് ഓവർ അത് ഇസ് കമൻഡബിൾ. എന്താ പറയുക, അതൊരു ആവശ്യമാണ്. ഈ സ്റ്റീഫൻ പറഞ്ഞ പോലെ ഒരു പ്രസൻറ്റേഷൻ വേണം നമ്മളൊരു സോങ്ങിൻ്റെ കൂടെ, ഒരു പെർഫോമൻസ് ആണെങ്കിൽ. ആൻഡ് ദ ഫാക്ട് ദാറ്റ് യു ഡാൻസ്ഡ് ഓൾസോ, നല്ല രസമായിട്ട് സ്റ്റെപ്സ് ഒക്കെ ചെയ്തു ആവശ്യത്തിന് അറ്റ്ലീസ്റ്റ്. അതും ഒരു ചമ്മലൊക്കെ ഇല്ലാണ്ട് ചെയ്യാം ഇനിയും. ചെറിയല്ല അത് നിങ്ങൾ പിള്ളേർക്കൊക്കെ അതൊക്കെ വിട്ട് വരാൻ ഇനി എന്ന് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ബട്ട് ട്രൈ അതിനെപ്പറ്റി ചിന്തിക്കാണ്ടും യു ഷുഡ് ഡു ഇറ്റ്. യു ഷുഡ് എൻജോയ് വിത്ത് ദോസ് ഡാൻസേഴ്സ്. ആ ഡാൻസേഴ്സിൻ്റെ കൂടെ ഒരുമിച്ച് നിങ്ങൾ ഡാൻസ് ചെയ്യുന്ന ആ ഒരു ഫീൽ കിട്ടണം. അപ്പോൾ ദെൻ യു എലിവേറ്റ് എവറിബഡീസ്. എല്ലാവരും കാണുമ്പോഴത്തേക്ക് ഓ വാ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈയടിക്കാനൊക്കെ തുടങ്ങണം. അതുപോലെ ആയിരിക്കണം. ചുമ്മാ ഒരു ഡാൻസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ എന്തോ ചെയ്തു ഇടയ്ക്ക് അങ്ങനെ ആയിരിക്കരുത്. ഓക്കെ ഓക്കെ ഓക്കെ. എനിവേ സൂപ്പർ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സോ യെസ്, ഇനിയിപ്പോൾ നമുക്ക് നേരെ മാർക്കിലേക്ക് കിടക്കാം. ഓക്കെ വിജയ് ചേട്ടാ. യെസ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. 8.5. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. 8.5. So 25.5. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ഡിഫറെന്റ് ജോണേഴ്സുമായി വീണ്ടും വരിക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഏട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. റൊമാൻസ് എന്ന് പറഞ്ഞ അയ്യോ ഒരു രക്ഷയില്ല. ദാസരൻ ആ പാടി വച്ചതിൻ്റെ ആ ശബ്ദം, ദാസരൻ്റെ പാട്ടില് ഉണരഞ്ഞാണം ഭൂമിക്ക് ചാർത്തും പുഴയുടെ ഗാന്ധ പൊളിനത്ത്. ശരിക്കും പാടില്ലെന്ന് എനിക്ക് ദേഷ്യമൊക്കെ വരുമായിരുന്നു. ഞാൻ വയലന്റ് ആയല്ലേ. മൃദുസ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു, മൃദുസ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു, നിത്യവിസ്മയവുമായി ഞാനിറങ്ങി. ഫീലിന്റെ അടിസ്ഥാനത്തിൽ നീ അത് പൊരിച്ചു. ആ ഒരു അത് അമൽ റോയ്ക്ക് നല്ലതായിട്ടുണ്ട്. கண்ணா அருணாச்சலம் வேஷத்துல வந்தா யார் வேணாலும் கண்டுபிடிப்பா. ஆனா சூப்பர் ஸ்டாரோட ஃபேன் கண்டுபிடிக்க நினைக்காத. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ പവർഡ് ബൈ നിർഭര. നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. അമൽ റോയ്. അമൽ റോയ്. അമൽ ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള എല്ലാരും ഭയങ്കര കോസ്റ്റ്യൂംസിലൊക്കെയാണ് ഒരു രക്ഷയില്ല കേട്ടോ. യെസ്.
ഞാനൊക്കെ തന്നെ വീണ്ടും കുറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Yeah, yeah, yeah. എല്ലാവരും വളരെയധികം ഈ കാര്യത്തിലും ഡാൻസിലും എല്ലാത്തിലും കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞൊരു പെർഫോമൻസിൽ സ്ലിപ്പായി വീഴുന്ന ആ സ്റ്റെപ്പ് നമ്മുടെ ക്രിസ്റ്റി എടുത്തുകൊണ്ട് പോയി, കണ്ടില്ലേ? അപ്പൊ ഇനി വേറൊരു സ്റ്റെപ്പുമായിട്ട് വീണ്ടും അല്ല പക്ഷെ അന്നിട്ട ഷൂസ് അല്ലല്ലോ ഇത് ഡിഫറെന്റ് ഷൂസ് അല്ലേ? ഓ. അപ്പൊ വേറെ സ്റ്റെപ്പ് ആയിരിക്കും. ആയിരിക്കും. നമുക്ക് ഓക്കെ, നോക്കാം. അപ്പൊ നമുക്ക് റൗണ്ട്സ് നോക്കാം. സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ട് ആവാന്? മാജിക്കൽ കോമ്പിനേഷൻ. മാജിക്കൽ കോമ്പിനേഷൻസ്. ബോൻ പാടാൻ പോകുന്ന പാട്ട് ഏത് മാജിക്കൽ കോമ്പിനേഷനിലുള്ള പാട്ടാണ്? ഞാൻ നദി എന്ന ഫിലിമിലെ ആ, കായാമ്പൂ എന്ന് പറയുന്നത്. ഓഹോ, അത് പറഞ്ഞപ്പോ തന്നെ സീ ദ റിയാക്ഷൻ. വാവ്. അപ്പോ അതിനും കൂടെ ഇനിയിപ്പോ പറയാല്ലേ മാജിക്കൽ കോമ്പിനേഷന്റെ പീക്ക് എന്താണ് മാജിക്കൽ കോമ്പിനേഷൻ ഈ പാട്ടിൽ? എന്താണ് മാജിക്കൽ അമൽ കോമ്പിനേഷൻ? റോയ്, വയലാർ അമ്മവർമ്മ സാറ്, പിന്നെ പിന്നെ ദേവരാജൻ മാഷ്, പിന്നെ പിന്നെ ആ. ദാസങ്ങള്. ഇതാണോ മാജിക്കൽ കോമ്പിനേഷൻ? ഷുവറാണല്ലോ. പ്രേം നസീർ സാർ. അതാണ് മാജിക്കൽ കോമ്പിനേഷൻ. 4 പേരും കൂടെ ഉള്ളത്. അതുപോലത്തെ കുറേ പാട്ടുകളുണ്ട് അല്ലേ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇതെന്താ ഒരു ഇതില്ലാത്ത? കമാൺ, താങ്ക് യു എന്ന് പറയൂ. അത് അതാണ് പാട്ട് കഴിയണം, എന്നാലാണ് അവനൊരു പുതിയൊരു ഒരു വിങ് ഇങ്ങോട്ട് തുറക്കും ഇങ്ങനെ. ഓക്കെ, പിന്നെ അവിടെ നിന്ന് തുറക്കും ഇങ്ങോട്ട്. അപ്പൊ ആ വിങ് എത്തട്ടെ വേഗം. ഓക്കെ, Yes. വി ആർ വെയിറ്റിംഗ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഒരു താങ്ക് യു ചേട്ടാ. ഓക്കെ, ശരി, ഓൾ ദി ബെസ്റ്റ്. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തും പുഴയുടെ ഗാന്ധ പൊളിനത്ത്. പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തും പുഴയുടെ ഗാന്ധ പൊളിനത്ത്. മൃദുസ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു. മൃദുസ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു. നിത്യവിസ്മയവുമായി ഞാനിറങ്ങി. നിത്യവിസ്മയവുമായി ഞാനിറങ്ങി സഖി.
ആഗ്രഹിച്ചു ഞാൻ പാടിയ പാട്ടിനു നിരവധിയോളങ്ങൾ ശ്രുതിട്ടു. നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിനു നിരവധിയോളങ്ങൾ ശ്രുതിട്ടു. നിൻ മനോരാജ്യത്തെ നീലക്കടമ്പിൽ നീ, നിൻ മനോരാജ്യത്തെ നീലക്കടമ്പിൽ നീ എൻ്റെ കളിത്തോണി കെട്ടിട്ടു. എൻ്റെ കളിത്തോണി കെട്ടിട്ടു സഖി കെട്ടിട്ടു. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. റൊമാൻസ് എന്ന് പറഞ്ഞ അയ്യോ ഒരു രക്ഷയില്ല. ദാസേട്ടൻ ആ പാടി വച്ചതിൻ്റെ ആ ശബ്ദം ദാസേട്ടൻ്റെ ഈ പാട്ടിൽ ഫീലിന്റെ അടിസ്ഥാനത്തിൽ നീ അത് പൊരിച്ചു. ആ ഒരു അത് അമൽ റോയ്ക്ക് നല്ലതായിട്ടുണ്ട്. അമൽ റോയ് എന്ന് പറഞ്ഞ ഈ സിംഗറിന് എക്സ്പ്രഷൻ ഒരുപാടുള്ളൊരു സിംഗറാണ്. താങ്ക് യു ചേച്ചി. അതുകൊണ്ട് മോൻ എന്ത് പാടുമ്പോഴും നമുക്കതിലൊരു ആ ആ തെറ്റുകളൊക്കെ ഒന്ന് നമ്മൾ കണ്ണടച്ച് കളയും. നമ്മൾ മനസ്സിൽ തന്നെ അത് ഫൈൻ ട്യൂൺ ചെയ്യും. தாயென்று ஒரு தெய்வம் வீட்டோட இருக்கு. நீ தனித்தனியா கோவில் குளம் மலை வருது எதுக்கு? அம்மாவின் பாதத்தில் கற்பூரம் கொளுத்து ஆனந்த கண்ணீரில் அபிஷேகம் நடத்து. എന്നെ വെച്ചേക്കണുണ്ട് എങ്ങനെയാണ് ആക്കിയത്? എന്താ സൂര്യ? ഞാൻ വെച്ചില്ല. പിന്നെ ഇതെന്റെ തല നോക്കി പോവോ? അതാണ്ടാ ഇതാണ്ടാ അരുണാചലം നാണ്ടാണ്ടാ. கண்ணா அருணாச்சலம் வேஷத்துல வந்தா யார் வேணாலும் கண்டுபிடிப்பா. ஆனா சூப்பர் ஸ்டாரோட ஃபேன் கண்டுபிடிக்க நினைக்காத. அதாண்டா இதாண்டா அருணாச்சலம் நான்தாண்டா. அன்னை தமிழ்நாட்டில நான் அனைவருக்கும் சொந்தாண்டா. ஆண்டவன் நடத்திடுவாண்டா. നീ കൊടുത്ത എനർജി അമേസിങ്. നല്ല ലൈവ് ഫീല് ഈ പാട്ടിനുണ്ടായിരുന്നു. ഹായ് എന്താ അല്ല വന്നിടണ ഒന്നുമില്ലാണോ? അതെന്തത്? ഹായ് എന്നാണോ പറഞ്ഞത്? ഹായ് എന്നാണോ പറഞ്ഞത്? ഒന്നും ചോദിച്ചില്ലേ? അതെ ആദ്യം ഹായ് പറയാൻ വന്നു, പക്ഷെ പുള്ളി ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ എന്താ ഈ വഴി ഒന്നും പോയതല്ലേ ഇല്ല. ഹായ്? അതെ, എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് പോയിക്കോട്ടെ. എന്നാ പിന്നെ എന്തായാലും എന്താ പറയാ, മാജിക്കൽ കോമ്പിനേഷനിൽ നല്ലൊരു മാജിക് നമ്മൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്ത് തോന്നുന്നു. എന്തായാലും വി ഫെൽറ്റ് ഇറ്റ്. സോ വിൽ ആസ്ക് അബൌട്ട് ദ സെയിം ടു അവർ ജഡ്ജസ്. സുജാത ചേച്ചി, ഈ പാട്ട് ഇപ്പം നമ്മൾ ചില റേഡിയോ സ്റ്റേഷനിന്നോ അല്ലെങ്കിൽ ചില മാഗസീൻസിനൊക്കെ നമ്മൾ ദാസേട്ടൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടെന്ന് ഇപ്പോഴും വിളിച്ചു ചോദിക്കും ഓരോ ആൾക്കാരിങ്ങനെ ഒരു 10 പാട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറയണ പാട്ട് ഇതാ. കാരണം ഇതിലെ റൊമാൻസ് എന്ന് പറഞ്ഞാൽ അയ്യോ ഒരു രക്ഷയില്ല. ദാസേട്ടൻ ആ പാടി വച്ചതിൻ്റെ ആ ശബ്ദം ദാസേട്ടൻ്റെ ഈ പാട്ടിൽ ഈ എന്തൊരു എത്ര കേട്ടാലും മതി വരില്ല. എത്ര 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 കേട്ടാലും മതി വരില്ല. അങ്ങനത്തെ ഒരു പാട്ടാണ് മോനെടുത്ത് പാടിയത്. അതുകൊണ്ട് ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു. കാരണം ശരിക്കും പാടില്ല എന്ന് എനിക്ക് ദേഷ്യമൊക്കെ വരുമായിരുന്നു. ഞാൻ വയലൻ്റ് ആയേനെ. പക്ഷെ മോൻ നല്ലോണം പാടി. ഇനി നന്നാക്കായിരുന്നു. പക്ഷെ അമൽ റോയ്ക്ക് ഇതിലും കുറച്ചും കൂടെ നല്ലോണം പാടാൻ പറ്റും. വോയിസിന് എന്താ ഒരു പിടുത്തമുണ്ടല്ലോ ഇന്ന്. അത് ആ അത് കുറച്ച് കളികളൊക്കെ നടന്നിരുന്നു, ബാസ്കറ്റ്ബോൾ കളിയും ഒക്കെ. പ്രാക്ടീസ് ഒന്നും അധികം എന്നൊക്കെ ഞാൻ കേട്ടതാണ്, അറിയില്ല.
ബാസ്കറ്റ് ബോളും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കാരണമാണോ എടാ നിന്റെ സ്ഥാപിച്ചവനും തൊണ്ടടഞ്ഞ്? അവിടെ നിൽക്കുന്നവനും. അത് കാരണമാണോ നിന്റെ തൊണ്ടടഞ്ഞ്? പിന്നെ ബാസ്കറ്റ് ബോൾ ആരെ കളിച്ചു? നീ കളിച്ച? ആരുടെ കൂടെ കളിച്ചു? ബാസ്കറ്റ് ബോൾ അത് എൻ്റെ കൂടെ ആണോ? ആര് പറഞ്ഞു നിന്റെ അടുത്ത് കളിക്കാൻ? ഞാൻ വിളിച്ചത് നിന്നെ കളിക്കാൻ? ഇല്ല. രജിത്തേട്ടൻ നിന്നെ വിളിച്ച കളിക്കാൻ? ബാസ്കറ്റ് ബോൾ അയ്യോ അതെന്താ അതൊക്കെ അതൊന്നും ഒരു കാരണമല്ല. അവന് തൊണ്ട കുറച്ച് സ്ട്രെയിൻ ആയിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ അല്ലടാ. ചെറിയൊരു വോയിസ് ടെൻഷൻ കൊണ്ടുള്ള സ്ട്രെയിൻ അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഒരു ചെറിയ പിടുത്തം ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് പല്ലവി ഭയങ്കര സുഖമായിരുന്നു. ചരണത്തിൽ അവിടെയാണ് ആ മേലെ പോകുമ്പോൾ നല്ലൊരു പിടുത്തം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ കളിത്തോണി കെട്ടിയിട്ട് ആ ലാസ്റ്റ് പോർഷനില്ലേ അവിടെയൊക്കെ ഇനിയും ഭംഗിയാവാം. അമൽ റോയ് എന്ന് പറഞ്ഞ ഈ സിംഗറിന് എക്സ്പ്രഷൻ ഒരുപാടുള്ളൊരു സിംഗറാണ്. അതുകൊണ്ട് മോൻ എന്ത് പാടുമ്പോഴും നമുക്കതിലൊരു ആ തെറ്റുകളൊക്കെ ഒന്ന് നമ്മൾ കണ്ണടച്ച് കളയും. നമ്മൾ മനസ്സിൽ തന്നെ അത് ഫൈൻ ട്യൂൺ ചെയ്യും. ഇപ്പം എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞൊരു ഇതിൽ അതൊക്കെ നികത്തി കളയും അമൽ റോയ്. ഇന്ന് വോയിസും കൂടെ കുറച്ചും കൂടെ സപ്പിളായിരുന്നെങ്കിൽ മാർക്ക് ഇനിയും കൂടിയാണ്. കുറച്ച് മാർക്ക് അതുകൊണ്ട് കുറയും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. ഹായ് മിസ്റ്റർ അമൽ റോയ്. ഹായ്. എൻ്റെ ഇതേ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണത്. ഞാൻ ഇൻ ഫ്യൂച്ചർ ഞാൻ അൺപ്ലഗ്ഡൊക്കെ എനിക്ക് ഇനിയും പോസിബിലിറ്റി കുറേ നമ്മുടെ കിടക്കുകയാണ് അങ്ങനെ. ബിക്കോസ് ആൾക്കാർ കുറച്ചും കൂടി ഓപ്പണായി. അതിൽ വൺ ഓഫ് ദ സോങ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് അത് വിത്ത് ദാസേട്ടൻ ഓർ യുനോ ആരാ അവിടെ വരുന്നത് ഈ പാട്ട് എനിക്ക് ഞാൻ ഉറപ്പായിട്ടും പെർഫോം ചെയ്യും വിത്ത് എൻ ഇൻ്റർനാഷണൽ ഓർക്കസ്ട്ര. ഞാൻ എടുത്ത തീരുമാനത്തിലൊന്നാണ്. ഈ പാട്ട് അതിലുണ്ട് എപ്പോഴും. അല്ലാത്ത പക്ഷം എനിക്ക് മനസ്സിൽ കൊണ്ടു നടക്കുന്ന പാട്ടുകളിൽ ഒന്നാണിത്. ഈ പാട്ടിനൊരു സെറിനിറ്റി ഉണ്ട്. ദർ ഇസ് ഒരു ഡിവൈൻ പവർ ഇതിലുണ്ട് ശരിക്കും. അത് കോമ്പോസിഷൻ്റെയാണ്. അത് ഓൾമോസ്റ്റ് അമൽ റോയ് കാഴ്ചവെച്ചു. എങ്ങനെ അറിയോ? ബിക്കോസ് ഓഫ് യുവർ ഫീലിൻ്റെ അടിസ്ഥാനത്തിൽ നീ അത് പൊരിച്ചു. അത് അമൽ റോയ്ക്ക് നല്ലതായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ തൊണ്ട പ്രശ്നം എന്ന് പറഞ്ഞു. തൊണ്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാസ്കറ്റ് ബോൾ ഇവിടെ ദേശീയ സൂപ്പർ സ്റ്റാറിൻ്റെ ദേശീയ കളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അധികം കളിക്കണ്ട കേട്ടോ. കളി ഉള്ളവരവന് കളിച്ചോട്ടെ. അവന് കളി മാത്രമേ ഉള്ളൂ. ഇതെവിടെ ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടുകാരനെ അല്ലല്ലേ. ഇനി അടുത്തൊരാൾ ഇവിടെ ബാസ്കറ്റ് ബോളുകാരനോണ്ടാണ് തൊണ്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റ് ഞാൻ എടുത്ത് കത്തിച്ചളയും കേട്ടോ. പിന്നെ സ്ഥാപിച്ചവന്റെ ആദ്യം അങ്ങനെ ബാസ്കറ്റ് ബോൾ കാരനാണ് തൊണ്ട പ്രശ്നം എന്ന് പറയുന്ന ആൾക്കാരെ പുറത്താക്കണം. പിന്നെ പോസ്റ്റിനെ അല്ല എടുത്ത് മാറ്റണം. അങ്ങനെ പുറത്താക്കാൻ പറ്റില്ല. പുറത്താക്കാൻ പാടില്ലല്ലോ. ഇങ്ങനെ ഫീൽഡ് എന്തായാലും ഒരു കാര്യം സമാധാനമായി. ഇപ്പോഴാണ് എനിക്ക് എന്റെ പാടാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ എനിക്ക് കിട്ടിയത്. എന്നും ബാസ്കറ്റ് ബോൾ ഞാൻ ബാസ്കറ്റ് ബോൾ കളിച്ചിരുന്നപ്പോൾ നീ ബാസ്കറ്റ് ബോൾ കളിച്ചിട്ട് തന്നെ എത്ര മാസങ്ങളല്ല വർഷങ്ങളായി? അന്നോട്ട് പാടുന്നില്ല. പാട്ട് പോയതാണ്. ഇല്ല, അന്ന് കളിച്ചപ്പോ പാട്ട് പോയതാണ്. ലെറ്റ്സ് കം ബാക്ക് ടു ദ ടോപ്പിക്. അപ്പൊ അതുകൊണ്ട് പാട്ട് ശ്രദ്ധിക്കാം. ചെറിയ ചെറിയ തരം ന്യൂസൻസുകളുണ്ട്. ആ കണക്ഷൻ, ചെറിയ നോട്ട്സിൻ്റെ ആ കോമ്പിനേഷനിലാണ് ആ പാട്ടിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ ഒന്നും കൂടെ നടക്കുന്നത്. ആ ഫിന്നസ് എന്ന് പറയില്ലേ, ആ മുഴുവൻ എന്ന് പറയുന്ന അതിൻ്റെ ഫിന്നസ് പാടുന്നുണ്ടെങ്കിൽ ഈ ചെറിയ നൂക്ക് ആൻഡ് കോർണേഴ്സ് നീ ക്ലിയർ ചെയ്യണം. അത് ചെയ്താൽ ഇറ്റ് വിൽ ബി എ കംപ്ലീറ്റ് സോങ്. അത് അമൽ റോയ്ക്ക് ചെയ്യാൻ പറ്റും ബിക്കോസ് യു ആർ വെരി ടാലൻറ്റഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പാട്ടുകൾ എടുക്കുമ്പോൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ടോ. എക്സ്ട്രാ എഫേർട്ട് ഇടുക, തൊണ്ട ശ്രദ്ധിക്കുക. ഓക്കെ, so you can make an amazing magic on the stage. Still you did, but try your best more. Thank you, Jakare. Thank you. And Vijay Cheta. അമൽ, നല്ല ഉഗ്രൻ ഫീൽ ആയിരുന്നു കേട്ടോ. എൻ്റെ ശബ്ദം കുറച്ച് ആ ഹൈ പോർഷനിൽ കുറച്ച് ചെറുതായിട്ട് ഫ്ലാറ്റ് ആയി എന്നുള്ളതല്ലാണ്ട് അതല്ലാണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് നിൻ്റെ ഫീൽ ആൻഡ് ഓവറോൾ സിംഗിങ് ഇഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ശരിക്കും, എന്തിനെ പറ്റിയാണ് ഇവിടെ ഡിസ്കഷൻ ബാസ്കറ്റ് ബോളിലേക്കും മറ്റത്തിലേക്കൊക്കെ പോയതെന്ന് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ ഇവിടെ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുമ്പം നമ്മൾ ഇതിന് മുമ്പോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്നുള്ളത് ആരും അറിയേണ്ട കാര്യമില്ല. അതൊരു കാരണം ആവാൻ പാടില്ല. അങ്ങനെ കാരണമാണെങ്കിൽ നീ തന്നെ ഡിസൈഡ് ചെയ്യേണ്ടത് അത് വേണോ വേണ്ടയോ എന്നുള്ളത്.
ഓക്കെ, അതൊരു നീ ഇപ്പോൾ പറഞ്ഞില്ല, വേറെ ആൾക്കാരാണ് പറഞ്ഞത്. അത് ഇവിടെ ഒരു കാരണമായിട്ട് നീ കൊണ്ടുവരരുത്, മനസ്സിലായോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. സോ ഇനി നമുക്ക് മാർക്കുകൾ അറിയാം. യെസ്, വിൽ സ്റ്റാർട്ട് വിത്ത് സുജാത ചേച്ചി. 8.5. താങ്ക് യു Okay. സ്റ്റീഫൻ ചേട്ടാ. And Vijay ചേട്ടാ. ചേട്ടാ. 8 marks. So 25 marks. നല്ല സ്കോറാണ്. നല്ല Okay. സ്കോറാണ്. അപ്പോൾ എന്തായാലും ഇതേപോലത്തെ നല്ല വെരി നല്ല മെലോഡിയസ് പാട്ടുകളായിട്ട് വീണ്ടും നൊസ്റ്റാൾജിക് വരും. സോങ്സുമായിട്ട് വീണ്ടും വരിക. ഓൾ ദി ബെസ്റ്റ്. Thank you. ഓൾ ദി ബെസ്റ്റ്. தாயட்டு ஒரு தெய்வம் வீட்டோட இருக்கு, நீ தனித்தனியா கோவில் குளம் மலை வருது எதுக்கு? அம்மாவின் பாதத்தில் கற்பூரம் கொளுத்து, ஆனந்த கண்ணீரில் அபிஷேகம் நடத்து. എന്നെ വെച്ചേക്കണുണ്ട്, എങ്ങനെയാണ് ആക്കിയത്? എന്താ സൂര്യ? ഞാൻ വെച്ചില്ല. പിന്നെ ഇതെന്റെ തലതൊക്കെ പോവോ? അതാണ്ടാ ഇതാണ്ടാ അരുണാചലം നാണ്ടാണ്ടാ. கண்ணா, அருணாச்சலம் வேஷத்துல வந்தா யார் வேணாலும் கண்டுபிடிப்பா, ஆனா சூப்பர் ஸ்டாரோட ஃபேன் கண்டுபிடிக்க நினைக்காத. அதாண்டா இதாண்டா அருணாச்சலம் நான்தாண்டா, அன்ன தமிழ்நாட்டில நான் அனைவருக்கும் சொந்தாண்டா, ஆண்டவன் நடத்திடுவாண்டா. നീ കൊടുത്ത എനർജി അമേസിങ്. നല്ല ലൈവ് ഫീല് ഈ പാട്ടിനുണ്ടായിരുന്നു. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ പവർഡ് ബൈ നിറപറ. So our next contestant Suryakiran. സൂര്യകിരൺ. ഹലോ. ഹലോ. എന്താണ് സൂര്യ അല്ലെങ്കിലും ഓരോ പാട്ടിനും ഭയങ്കരമായിട്ട് ഡിഫറെന്റ് കോസ്റ്റ്യൂംസ് കോസ്റ്റ്യൂംസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരാളാണ്. കൊണ്ടുവരും. അതെ അതെ. ശരി, ഓക്കെ, Yes, റൗണ്ട്സിലേക്ക് പോകാം. yes. സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോനെ? ഇറ്റ്സ് മൈ ഹീറോ. അവിടെ கண்ணா, அருணாச்சலம் வேஷத்துல வந்தா யார் வேணாலும் கண்டுபிடிப்பா, ஆனா சூப்பர் ஸ்டாரோட ஃபேன் கண்டுபிடிக்க நினைக்காத. തലൈവർ കി ജയ് പറ. അവനെന്നെ അറിഞ്ഞൂടാ, അവനെന്താ പാടാൻ വരുന്നത്. മോൻ ആരുടെ പാട്ടാ പാടാൻ പോണേ? രജനികാന്ത്. എടാ, ഞങ്ങള് പിന്നെ കമലഹാസന്റെ ആണ് ഞങ്ങൾ കാണിച്ചത്. പറഞ്ഞപ്പോ ചിലപ്പോ കമലഹാസനായി തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ട് കമലഹാസനാണെങ്കിൽ ഇങ്ങനെ പറയും. ഹലോ, രജനീകാന്ത്. അപ്പൊ തലൈവർ എന്ന് ഞങ്ങൾ അഭിമാനപൂർവ്വം വിളിക്കുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോ നമ്മുടെ തലൈവർ രജനീകാന്ത് സാറിന്റെ ഫിലിമാണ് സൂപ്പർ സ്റ്റാർ രജനി അല്ലേ? അതെ. അരുണാചലം എന്ന് പറയുന്ന സിനിമയിലെ ദേവ സാറിന്റെ മ്യൂസിക്കിലുള്ള പാട്ടാണ്. സിംഗർ ആരാ അതറിയോ? SPB. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് നോക്കാല്ലേ, പൊളിച്ചടക്കൂ. Yes, Okay. പൊളിച്ചടക്കൂ. Okay, all the best. Thank you. അരുണാചലേശ്വരായ നമഃ. ഓം അരുണാചലേശ്വരായ നമഃ. அதாண்டா இதாண்டா அருணாச்சலம் நான்தாண்டா, அதாண்டா இதாண்டா அருணாச்சலம் நான்தாண்டா, அன்ன
இளமையில் படுத்தவன் முதுமையில் தவிக்கிறான் உனது ரத்தமும் எனது ரத்தம் உறவு ரத்தமடா நீயும் நானும் நானும் நீயும் நிறத்தால் குணத்தால் உனடா அதாண்டா இதாண்டா அருணாச்சலம் நான் தாண்டா அன்னை தமிழ்நாட்டில நான் அனைவருக்கும் சொந்தாண்டா ஓம் அருணாச்சலேஸ்வராய நமः ஓம் அருணாச்சலேஸ்வராய நமः தனித்தவன் வாழ்பவன் இருகடி இருக்கிறான் பிறக்கண வாழ்பவன் இறந்துமே இருக்கிறான் உன்னை விடவன் எனக்கு வேணும் உறவு இல்லைடா என்னை என்று வாழ வைக்கும் தெய்வம் தெய்வம் நீடா அதாண்டா இதாண்டா அருணாச்சலம் நான் தாண்டா அன்னை தமிழ்நாட்டில நான் அனைவருக்கும் சொந்தாண்டா அதாண்டா இதாண்டா அருணாச்சலம் நான் தாண்டா அன்னை தமிழ்நாட்டில நான் அனைவருக்கும் சொந்தாண்டா ஆண்டவன் நடத்திடுவாண்டா அருணாச்சலம் நடத்திடுவாண்டா நான் ஒப்பு போட்டாள வரப்பதில்லடா ஆனா தப்பு செஞ்சாள விடுவதில்லடா அதாண்டா இதாண்டா அருணாச்சலம் நான் தாண்டா அன்னை தமிழ்நாட்டில நான் அனைவருக்கும் சொந்தாண்டா அதாண்டா இதாண்டா அருணாச்சலம் நான் தாண்டா அன்னை தமிழ்நாட்டில நான் அனைவருக்கும் சொந்தாண்டா സൂര്യ എന്തോ തകർത്തില്ലേ താങ്ക് യു അതെ എന്താണ് ഇവിടെ ഇവിടെ മൊത്തം എന്താ പറയാ ഇതാ അവിടെ നമ്മുടെ ജഡ്ജസിന്റെയും ഇവിടെയുള്ള നമ്മുടെ ഫുൾ സ്റ്റേജിലും എല്ലാം പൂക്കൾ കൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു അല്ലേ എന്തായാലും ശരി നമ്മുടെ തലൈവറിന്റെ സോങ് ആണ് അപ്പൊ നമുക്ക് നേരിട്ട് കണക്കാം ആ എന്നെ വെച്ചേക്കണ എങ്ങനെയാണ് ആക്കിയത് എന്താ സൂര്യ ഞാൻ വെച്ചില്ല പിന്നെ ഇതെന്റെ തല നോക്ക പോവോ എന്താ അത് ദാ. അശോ പൂമഴ അത് പോയി ഓക്കെ സോ നമ്മുടെ രജനി സാറിന്റെ സോങ് സുജാത ചേച്ചി വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം യു രജനി സാറിന്റെ ആദ്യം വിജു പറയട്ടെ യെസ് വിജയടാ വിജയ് കം ഓൺ ചേട്ടാ. ബീയിങ് ഫാൻ സൂര്യ എന്തോ ആരാണ് സോങ് സെലക്ട് ചെയ്തത് അച്ഛൻ അച്ഛാ നല്ല സെലക്ഷൻ എന്തായാലും നല്ലൊരു അടിപൊളി പാട്ടാണ് പിന്നെ അത് നീ എങ്ങനെ പാടി എന്നുള്ളത് വേറെ കാര്യം എന്തേ അങ്ങോട്ട് നോക്കുന്നത് അതിന് അച്ഛനെ പറയാൻ പറ്റില്ലല്ലോ നിന്നല്ലേ പറയാൻ പറ്റുള്ളൂ അച്ഛൻ സെലക്ട് ചെയ്ത് തന്നു നല്ല സെലക്ഷൻ പക്ഷെ നീ പാടുന്നത് എങ്ങനെയാണെന്നുള്ളത് നിന്റെ കയ്യിലല്ലേ ആ അതാ പറഞ്ഞത് നന്നായിട്ട് പാടി പക്ഷെ എനിക്ക് തോന്നുന്നു നീ ഇപ്പോഴും ചില സംഭവങ്ങളൊക്കെ ഭയങ്കര ആ ഒരു ഓവർ സംഗതി ചില സമയത്ത് ആവശ്യമില്ല അത്രയും ശരിക്കും പറഞ്ഞു മെയിൻ പോർഷൻ അത് അത്രേ ഉള്ളൂ നീ കുറച്ച് ഭയങ്കര എക്സ്ട്രാ ആയിരുന്നു അത് അത് പാടിക്ക അത്രയൊന്നുമില്ല പാടി അണി തമിഴ്നാട്ടിലതാനവർക്കും സ്വന്തണ്ടാ അതണ്ടാ ഇതണ്ടാ ഒന്ന് പാടിക്ക ആ നീ കുറച്ച് ഡബിൾ ടൈമിലാണ് അത് പാടിയത് അത്
ഇല്ല അത് അത്ര അതിലില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഈ അത് നീ നിനക്കത് പാടാൻ പറ്റുന്നത് അത് വലിയ നല്ല കാര്യമാണ്. പക്ഷെ ഈ പാട്ടിന് അതല്ല. ആൻഡ് പിന്നെ ഹേയ് അത് അതിലൊക്കെ നീ ഭയങ്കര ഒരു ഷൗട്ടാണ് അത്. പക്ഷേ ഇറ്റ്സ് മോർ ദാൻ എ ഷൗട്ട്. SPB സാറിൻ്റെ ഒരു സർട്ടൺ ഒരു സ്റ്റൈലുണ്ട് അതിൽ. അത് ഏറ്റവും കൂടുതൽ അത് രജനി സാറിന് അത് സൂട്ട് ചെയ്യുന്നതിന് കാരണം തന്നെ അതാണ്. അതും പഠിക്കാം. എല്ലാ പ്രാവശ്യം പല്ലവിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഇതില്ലേ ചരണം കഴിഞ്ഞിട്ട് ഹേയ് അതാണ് അതെന്താ എങ്ങനെയാണത്? ഹേയ് ഇങ്ങനെയല്ലായിരുന്നല്ലോ പാടിയപ്പോൾ. ഹേയ് അതെന്താ ഇല്ലേ അതൊരു എല്ലാ പ്രാവശ്യം ഇങ്ങനെ വേറൊരു ഷൗട്ടായിരുന്നു അത്. ഇറ്റ്സ് ഓക്കെ. ബട്ട് ഈ ഒരു സംഭവമാണ് ഇതണ്ട അത് ഭയങ്കര ഒരു കൂടുതലായി പോയത്. അതിനെ കറക്റ്റായിട്ട് വീണുമില്ല അത് എല്ലാ പ്രാവശ്യവും. അത് നോക്കണം. ഓക്കെ. അല്ലാണ്ട് ഇറ്റ് വാസ് നൈസ്. നല്ല എനർജി ആയിരുന്നു. യാ ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി? എനിക്ക് വലിയ ഇഷ്ടമായി മോനെ. അതൊരു ഒരു അവിടെ ഒരു കർണാട്ടിക് ഇത് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്തോ ഒരു തമാശ ഉണ്ടായിരുന്നു അതിൽ, ആ സ്ഥലം പാടുന്നതിൽ. സം എനർജി അതർ ദാൻ എന്താ എനിക്കത് പറയാൻ എനിക്ക് വാക്കില്ല. എന്തോ ഒരു രസം ഉണ്ടായിരുന്നു അതിൽ ആ മുൻ പാടിയതിൽ. പിന്നെ ഇവിടെ വന്ന് പാടുന്ന ലൈൻ എന്താണ്? ഇവിടെ വന്ന് പാടിയത് എന്താ? തായണ്ട ഒരു ദൈവം ആ. വീട്ടോടെ ഇருக்கு. തായണ്ട ഒരു ദൈവം വീട്ടോടെ ഇருக்கு. നീ തനിതനിയാ കോവിൽ കുളം മலை வருது எதுக்கு? அம்மாவின் பாதத்தில் கற்பூரம் கொளுத்து ஆனந்த கண்ணீரில் அபிஷேகம் நடத்து. അമ്മയുള്ളപ്പോ നീ എന്തിനാ അമ്പലത്തിൽ പോണേന്നാണ് അതിന്റെ. നീ അമ്പലത്തിൽ പോയിക്കോ. പക്ഷെ എന്റെ ഇവിടുന്ന് ഒരു ഇറച്ചി നീർത്ത് കൊണ്ടുപോയി. ഒരു വലിയ ഒരു ഇറച്ചി കഷ്ണം ഇവിടുന്ന് കൊണ്ടുപോയി. നീ താടി ഒറിജിനലാണോ നോക്കിയതാണ്. കുഴപ്പമില്ല. അവന്റെ എനർജി അങ്ങനെ ആയതുകൊണ്ടായിരുന്നോ നല്ല ടൈറ്റിൽ നിൽക്കുക. ഏതായാലും എനിക്ക് വലിയ ഇഷ്ടമായി മോൻ്റെ കുറേ പോർഷൻസ്. എസ്പെഷ്യലി ചരണത്തിലേക്ക് കുറേ പോർഷൻസ് വലിയ ഇഷ്ടമായി. വെരി ഗുഡ്. താങ്ക് യു മാം. താങ്ക് യു Thank ചേച്ചി. you. സ്റ്റീഫൻ ചേട്ടാ? മകനെ, ആ എനിക്കിത് നീ കൊടുത്ത എനർജി അമേസിങ്. നല്ല ലൈവ് ഫീല് ഈ പാട്ടിനുണ്ടായിരുന്നു. താങ്ക് യു സർ. അതൊരു സ്റ്റേജിൽ എങ്ങനെ പാടാം ആ എനർജി നീ ഫുൾ ഫോഴ്സിൽ നീ ചെയ്തു. അതിൻ്റെ കുറവുകളാണ് നിനക്ക് ചിലപ്പോൾ അതിൻ്റെ പിച്ച് നിൻ്റെ കയ്യിൽ വരാഞ്ഞത്. മനസ്സിലായി. പിന്നെ ഷൗട്ടായി നേരത്തെ വിജയ് ചേട്ടൻ പറഞ്ഞത് ഷൗട്ടായി തോന്നിയത്. അതെന്താ വെച്ചാൽ നീ കൊടുത്ത എനർജി. അപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ അതിൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് എനർജി കൊടുത്തോ, പക്ഷെ നിൻ്റെ വോയിസിലൊരു കൺട്രോൾ വേണം. എനർജി നീ കൊടുത്താലും നിൻ്റെ വോയിസിലൊരു കൺട്രോൾ വേണം കേട്ടോ. അത് നീ എക്സ്പീരിയൻസിൽ നീ പഠിക്കും അത് കേട്ടോ. പക്ഷെ നീ ഫുള്ള് ആ പാട്ടിന് വേണ്ടത് ആ എനർജി ആയിരുന്നു. അത് നീ ഫുള്ളായിട്ട് നീ കൊടുത്തു. ദാറ്റ് വാസ് എ നൈസ് തിങ്. അതാണ് ആ പാട്ടിൻ്റെ മെയിൻ ഇത്. ബാക്കി അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ പുറകെ വരും. അതൊന്ന് നന്നായിട്ട് ഫോളോ ചെയ്യാം. വന്നു കഴിഞ്ഞാൽ നിനക്ക് യു ക്യാൻ ബി എ ഗുഡ് പ്രസൻറ്റർ ആൻഡ് എ ഗുഡ് സിംഗർ ടു കേട്ടോ. ബട്ട് അറ്റംപ്റ്റ് വാസ് ഗുഡ്. യു ഡിഡ് എ ഗുഡ് ജോബ് ടു. അങ്ങനെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു ചേട്ടാ. മാർക്കിലേക്ക് കിടക്കാം. കിടക്കാം. ഓക്കെ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് വിജയ് ചേട്ടാ. താങ്ക് യു sir. ചേട്ടാ. സുജാത സുജാത ചേച്ചി? ചേച്ചി 8.5. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ? താങ്ക് യു സർ. 25. നല്ല മാർക്കാണ്. Good ഓക്കെ. marks. അപ്പൊ ഇതേപോലെ നല്ല 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 Performance എനർജറ്റിക് സോങ്സുമായിട്ട് മായി. വരാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. All the best. സോ നമ്മുടെ ഫൈനൽ സെഗ്മെന്റ്. Top scorer Anjana with 25.5 marks. वो बंदा है क्या है जो नाचे लगा है ओ हाथों में तो हाथ काम ले ओए डांस पे चांस कर ले ओ सोनिया डांस पे चांस कर ले ओ बलिए डांस पे चांस कर ले ओ सोनिया डांस पे चांस कर ले हे
സോ നമ്മുടെ ഇന്നത്തെ ഷോ ഇവിടെ തീരുകയാണ്. കുറെ നല്ല പെർഫോമൻസുമായി നമുക്ക് ഇനിയും കാണാം. So till then, keep watching and keep supporting സൂപ്പർസ്റ്റാർ Junior. കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മാനസ കിളി. എനിക്കിന്ന് അത്രയും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കര മാനേ പൂമിഴികൾ പൂട്ടി മെല്ലെ നീ ഉറങ്ങി ചായുറങ്ങി. बोलरे पपी हरा नित मन तरसे नित मन प्यासा. സുഗന്ധികളെ ഉണരൂ വീണ്ടുമെൻ മൂകമാം രാത്രിയിൽ പാർവണം പെയ്യുമീ ഏകാന്തയാമവീഥിയിൽ. സംഗീതമേ അമരസല്ലാപമേ മണ്ണിനു വിണ്ണിന്റെ വരദാനമേ വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ. The two step-ups are Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.